നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിമാനത്താവളത്തിൽ വിനായകനും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഈ സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയതായിട്ടുള്ളൊരു വാർത്ത. ഇത് പറയുന്നത് വിമാനത്താവളത്തിൽ വിനായകനും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സിജോ, ഈ വാക്കുതർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉച്ചയ്ക്ക് 12:30-ക്കാണ് വിനായകൻ ഗോവയിലേക്ക് പോയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിലായിരുന്നു പോയത്. ഗോവയിലേക്ക് പോകണമെങ്കിൽ ഹൈദരാബാദിൽ ഇറങ്ങി അവിടുന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റിലാണ് ഗോവയിലേക്ക് തിരിക്കാൻ വേണ്ടിയിരുന്നത്. അവിടെ ഹൈദരാബാദിൽ ഇറങ്ങുന്നതിനിടെയാണ് CISF ഉദ്യോഗസ്ഥരുമായി വിനായകൻ വാക്കുതർക്കമുണ്ടാകുന്നത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ വിനായകനെ കസ്റ്റഡിയിലെടുക്കുന്നു. അവിടെ ഹൈദരാബാദിലെ പോലീസിനെ കൈമാറുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിനായകനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ വിനായകൻ പറയുന്നത് താൻ ഒരു തരത്തിലും അവരുമായി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, തന്നെ കസ്റ്റഡിയിലെടുക്കാൻ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഈ തന്നെ കസ്റ്റഡിയിലെടുത്ത അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ ബലം പ്രയോഗിച്ച് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദനത്തിന് ഇരയാക്കിയെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും CISF ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഹൈദരാബാദ് പോലീസിന് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ വിനായകനെതിരെ ഇപ്പോൾ മാത്രമല്ല നേരത്തെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. കാരണം നേരത്തെ കൊച്ചിയിൽ ഈ വിനായകനുമായി ബന്ധപ്പെട്ട് വീട്ടിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിനായകൻ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ വെച്ച് പോലീസുകാരുടെ അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.